ഹലോ ഓൾ. അപ്പോൾ നമ്മളൊന്ന് ഒരു മനോഹരമായൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് മോഷൻ ഇൻ എ പ്ലെയിൻ, അഥവാ നമുക്ക് 2 ഡയമെൻഷണൽ മോഷൻ എന്ന് വിളിക്കാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ടോപ്പിക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ അഥവാ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എന്താണ് ഇതിലുള്ളതെന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം 1 ഡയമെൻഷണൽ മോഷനാണ് നമ്മൾ പറയുന്ന എല്ലാതരം മോഷൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. അപ്പം അങ്ങനെ പറയുമ്പം ആ ഒരു മോഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെക്ടറുകളും സ്കെലാറുകളും എന്ന് പറയുന്നൊരു കോൺസെപ്റ്റാണ്. ഈ വെക്ടറുകൾ എന്ന് പറയുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡുള്ള ക്വാണ്ടിറ്റികൾ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ക്വാണ്ടിറ്റികൾ എന്നിങ്ങനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഒരു കേസ് പറയുമ്പോൾ നമ്മൾ അവയെ സ്കേലാറുകൾ എന്ന് വിളിക്കും. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടെങ്കിൽ അവയെ നമ്മൾ വെക്ടർ എന്നും വിളിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെക്ടറുകൾ എന്താണ്, സ്കേലാറുകൾ എന്താ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. വെക്ടേഴ്സ് എന്താണ് വെക്ടർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട ഉത്തരവാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which require magnitude as well as direction, okay, to represent. അതായത് നമുക്കിപ്പം റെപ്രസെന്റ് ചെയ്യേണ്ട സമയങ്ങളിലെല്ലാം ഡയറക്ഷനും മാഗ്നിറ്റ്യൂഡും എല്ലാം നമ്മൾ കാണിക്കണമെങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസിനെ നമ്മൾ എന്ത് വിളിക്കുക, വെക്ടർ എന്ന് വിളിക്കുക. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ഞാൻ എഴുതാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഇപ്പം ഡിസ്പ്ലേസ്മെന്റ് നിങ്ങൾ കേട്ട് കാണും അല്ലേ? എന്താണ് ഡിസ്പ്ലേസ്മെന്റ്? 2 പോയിന്റുകൾക്കിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുക. എക്സാമ്പിളിന് നിങ്ങൾ നോക്കിയാൽ മതി. ഇപ്പൊ ഇതാണ് എ എന്ന് പറയുന്നൊരു പോയിന്റ്, ഇതാണ് ബി എന്ന് പറയുന്നൊരു പോയിന്റ്. ഈ എയിൽ നിന്നും ബിയിലേക്ക് നമുക്ക് ഇങ്ങനെ പോയി, വേറൊരാൾ ഇങ്ങനെയും പോയി. അപ്പൊ ഇതിൽ ഡിസ്പ്ലേസ്മെന്റ് ആകുക ഏത് മാത്രമാണ്? ഈ കാണുന്ന പി എന്ന് പറയുന്ന വഴിയിലൂടെ പോകുമ്പോഴാണ് നമ്മൾ അതെന്താവുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ആവുന്നത്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് പോയിട്ട് ബിയിലെത്തി, 2 വഴിയിലൂടെയും പോയാൽ എത്തുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണ്. പക്ഷെ നമ്മൾ കാണുന്നത് പിയിലൂടെ പോകുമ്പോൾ അത് ഷോർട്ടസ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പി വഴി പോകുമ്പോൾ നമ്മൾ അതിനെ ഡിസ്പ്ലേസ്മെന്റ് ആയിട്ടും ക്യൂ വഴി പോകുമ്പോൾ അതിനെ നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടും നമ്മൾ വിളിക്കും. എന്ന് പറഞ്ഞാൽ ജനറലി ഇത് എന്താണ്, ഡിസ്റ്റൻസ് ആണ് രണ്ടും. ഓക്കെ, പക്ഷെ അതിലൊന്ന് എന്തായിട്ട് അറിയപ്പെടുന്നു, ഡിസ്പ്ലേസ്മെന്റ് ആയിട്ട് അറിയപ്പെടുന്നു. അതിന്റെ കാരണമാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം പറഞ്ഞാൽ പോലെ അതിന് എന്തും പറയണം, ഡയറക്ഷനും പറയണം. കാരണം ഈ രണ്ടിന്റെയും അളവുകൾ തുല്യമല്ല. ഓക്കെ, അപ്പൊ അത് തുല്യമല്ലാത്തതിന്റെ കാരണം എന്താ? അതിൽ നമ്മൾ പ്രത്യേകം എടുത്തു പറയണം. ഈ കാണുന്ന മെഷർമെന്റിൽ ഒരു മെഷർമെന്റ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, മറ്റേത് ലെങ്ത് ഓഫ് ദി പാത്ത് ആണ് നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് നമുക്ക് മാഗ്നിറ്റ്യൂഡും ഒപ്പം ഡയറക്ഷനും ചേർത്ത് പറയേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ വെക്ടറുകൾ എന്നൊരു കൺസെപ്റ്റ് എടുക്കുന്നത്. ഇപ്പൊ ഫിസിക്സിൽ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റീസ് പഠിക്കും. അതിൽ വെക്ടറുകൾ ഏതാണ്, സ്കെലാറുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡയറക്ഷൻ വെച്ച് പറയുന്ന ക്വാണ്ടിറ്റികളെല്ലാം നമുക്ക് എന്താക്കാം, ഇനി വെക്ടറുകളായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, അപ്പം വെക്ടറുകൾ എന്താണ് എന്ന് ചോദിക്കുന്നതിന് ഉത്തരം ഇത്രയേ ഉള്ളൂ. ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. കേട്ടോ, രണ്ടുമുള്ള എന്താണ് ക്വാണ്ടിറ്റീസ് നമ്മൾ എന്ത് വിളിക്കുക, വെക്ടറുകൾ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ വെക്ടറായിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വെക്ടറുകളെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ ബി ഡിവൈഡ് ഇൻടു 2 ടൈപ്സ്. അതിലൊന്ന് പോളാർ വെക്ടേഴ്സ്, മറ്റൊന്ന് ആക്സിയൽ വെക്ടേഴ്സ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഷൻ എന്നൊക്കെ പറഞ്ഞൊരു ചാപ്റ്ററിലൊക്കെ ഇനിയും പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് എന്ത്, ആക്സിയൽ വെക്ടറുകൾ. അതേസമയം ഇനിയിപ്പോ നമ്മൾ നെക്സ്റ്റ് ഫേസിലേക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന വെക്ടറുകളാണ് പോളാർ വെക്ടേഴ്സ്. അപ്പൊ എന്താണ് ഈ പോളാർ വെക്ടേഴ്സ് ചോദിക്കുമ്പോൾ എന്താണ്, വെക്ടേഴ്സ് വിച്ച് ഹാവ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർ എ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ ആസ് എ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. അതായത് വെക്ടേഴ്സ് ഹാവ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർ എ പോയിന്റ് ഓഫ് ആപ്ലിക്കേഷൻ. അങ്ങനെയുള്ള വെക്ടറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോളാർ വെക്ടേഴ്സ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡിസ്പ്ലേസ്മെന്റ് ഒരു പോളാർ വെക്ടറാണ്, ഫോഴ്സ് ഒരു പോളാർ വെക്ടറാണ്. കാരണം എന്താ, ഈ ഫോഴ്സ് നമ്മുടെ ഒരു ബോഡിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ലൈ ചെയ്യാണ് ഡയറക്റ്റ് ആയിട്ട് അല്ലേ. അത് നമുക്കറിയാം, അത് കോണ്ടാക്ട് ആണെങ്കിലും നോൺ കോണ്ടാക്ട് ആയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോഴ്സ് ഒരു ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. എന്നാൽ അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പൊ അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിരിക്കുന്നത്, എന്താണ്, ഓർ എ പോയിന്റ് ഓഫ് അപ്ലിക്കേഷൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം വെക്ടറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പോളാർ വെക്ടേഴ്സ് എന്ന് വിളിക്കുക.
എന്നാൽ ആക്സിയൽ വെക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് വ്യത്യാസം എന്ന് വെച്ചാൽ ഇറ്റ് റെപ്രസെന്റ് റൊട്ടേഷണൽ ഇഫക്റ്റ് ആൻഡ് ആക്ട് അലോങ് ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ അക്കോർഡൻസ് വിത്ത് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പൊ നിങ്ങൾ തൽക്കാലം ഈ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ എന്താന്ന് ഇപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ല, നമ്മൾ പഠിക്കാൻ പോണേ ഉള്ളൂ. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ഒരു ഫാൻ കറങ്ങുന്ന സമയത്ത്, നിങ്ങളുടെ കൺമുന്നിലുള്ള ഒരു എക്സാമ്പിൾ ആണത്, ഫാൻ കറങ്ങുന്ന സമയത്ത് ഫാൻ കറങ്ങുന്നതിന്റെ നേരെ പെർപെൻഡിക്കുലർ, ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് നിങ്ങൾ അതിന്റെ കാല് ആക്സിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ കറക്കവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഈ ആക്സിൽ, അലോങ് ദി ആക്സിലൂടെ പറയുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്, ആക്സിയൽ വെക്ടർ എന്ന് വിളിക്കുന്നത്. കൂടുതലായിട്ടുള്ള വിശദീകരണം നമുക്ക് തരാൻ വഴിയേ. അപ്പൊ തൽക്കാലം വെക്ടറുകളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിലൊന്നാണ് എന്ത്, പോളാർ വെക്ടർ, മറ്റൊന്നാണ് എന്ത്, ആക്സിയൽ വെക്ടർ. കേട്ടോ, ഇനി നോക്കാം സ്കേലാർസ്. എന്താണ് സ്കേലാർ? സ്കേലാർ എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, ക്വാണ്ടിറ്റീസ് ഹാവിങ് ഓൺലി മാഗ്നിറ്റ്യൂഡ്, നോൺ നീഡ് ടു ഗീവ് ദ ഓർ സ്പെസിഫൈ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ എന്നാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം, സ്കേലാർ എന്ന് വിളിക്കാം. നേരത്തെ ഞാൻ വെക്ടർ ക്വാണ്ടിറ്റി എന്താന്ന് പറഞ്ഞപ്പം ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഞാൻ പറഞ്ഞിരുന്നു. അതിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ പൊതുവായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ്. അത് ബിറ്റ്വീൻ 2 പോയിന്റ്സിൽ ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും നമുക്ക് അളന്നെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന് ഡയറക്ഷൻ ഒന്നും എന്താക്കേണ്ട കാര്യമില്ല, നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ വരുമ്പോൾ അത്തരം ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, സ്കേലാറുകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ വരുമ്പോൾ നമുക്ക് ഈ സ്കേലാറുകളുടെ പ്രത്യേകതകൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് ഡിസ്റ്റൻസ്, സ്പീഡ്, വർക്ക്, മാസ്, ഡെൻസിറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ക്വാണ്ടിറ്റീസ് എല്ലാം നമുക്ക് എന്താക്കി വെക്കാൻ പറ്റും, സ്കേലാർ ആക്കി വെക്കാൻ പറ്റും. ഇനി ഇതിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു പർട്ടിക്കുലർ ടൈപ്പ് എന്താണ്, കേസാണ് ടെൻസറുകൾ. ടെൻസറുകൾ എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് ഇതൊരു വെക്ടർ ആണെന്ന് വെച്ചാൽ ആണ്, സ്കേലാർ ആണെന്ന് വെച്ചാൽ അതുമാണ്. അപ്പൊ വേണേ സ്കേലാർ വെക്ടർ ആണോ, അതുമാണ്. അങ്ങനെ വരുമ്പം എന്താണ് ഇങ്ങനെ പറയേണ്ടതായിട്ട് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഹാവ് ഡിഫറെന്റ് വാല്യൂസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഡിഫറെന്റ് വാല്യൂസ് ഇൻ ഡിഫറെന്റ് ഡയറക്ഷൻ. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റിന് നമുക്കറിയാം ഒരു 2 പോയിന്റുകൾക്കിടയിലെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ അങ്ങനെ അതിന് ഡിഫറെന്റ് വാല്യൂ വരുന്നുണ്ടോ, ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ എക്കും ബിക്കും ഇടയിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്പ്ലേസ്മെന്റ് ഞാൻ എന്ത് ചെയ്യാണ്, എക്സ് എന്ന് എഴുതുവാണ്. ഈ ഡിസ്പ്ലേസ്മെന്റ് എക്കും ബിക്കും ഇടയിൽ എക്സ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. വേറൊരാൾക്ക് വേണേ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, ബിയിലേക്ക് പോവാം. പക്ഷെ അതെന്തല്ല, ഡിസ്പ്ലേസ്മെന്റ് അല്ല, അതിന്റെ പേര് ഡിസ്റ്റൻസ് എന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഡിഫറെന്റ് വാല്യൂസ് ഇൻ ഡിഫറെന്റ് ഡിറക്ഷൻസ് വരുമ്പം അത്തരം ക്വാണ്ടിറ്റീസ് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ടെൻസറുകൾ. നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്ന ടെൻസർ ക്വാണ്ടിറ്റികളിൽ ഒന്ന് മൊമെന്റ് ഇനേർഷ്യ ആണ്. അത് നമ്മൾ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കും. റേഡിയസ് ഓഫ് ഗൈറേഷൻ സെയിം ചാപ്റ്റർ പഠിക്കും. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, പ്രഷർ, സ്ട്രെസ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറെ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എന്താക്കി വെക്കാം, ഈ പറഞ്ഞതുപോലെ ടെൻസർ ആയിട്ട് വേണം കണക്കാക്കാൻ പറ്റും. ഇനി മാഗ്നിറ്റ്യൂഡ് ഓഫ് ടെൻസർ ഈസ് നോട്ട് യുണീക്ക്. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യക്തമാണല്ലോ. എന്താണ് ഡിഫറെന്റ് വാല്യൂസ് ഇൻ ഡിഫറെന്റ് എന്താണ് ഡയറക്ഷൻസ് വരുമ്പോഴാണ് നമ്മൾ അതിനെ ടെൻസർ എന്ന് വിളിക്കാറുള്ളത് കേട്ടോ. ഇനി നിങ്ങൾ നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പഠിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ എനിക്ക് നേരത്തെ പറഞ്ഞൊന്നും പഠിക്കണ്ടേ, വേണം, അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നാൽ ഇവിടെ അങ്ങനെയല്ല, നിങ്ങളോട് സ്പെസിഫിക് ആയിട്ട് ചോദിക്കും. ഓക്കെ, ഈ കാണിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് വെക്ടറുകളെ, കാരണം വെക്ടറുകളെ നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അതിലൊന്നാണ് എന്ത്, ഈക്വൽ വെക്ടേഴ്സ്. 2 ക്വാണ്ടിറ്റീസ് ഈക്വൽ എന്ന് പറയണമെങ്കിൽ എന്താണ് നമ്മുടെ നിയമം, അതിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ എന്തും ഡയറക്ഷനും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. അപ്പൊ ഒരേ ഡയറക്ഷനിൽ ഒരേ മാഗ്നിറ്റ്യൂഡിൽ ആക്ട് ചെയ്യപ്പെടുന്ന വെക്ടറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. അതുപോലെ മറ്റൊരു വെക്ടറാണ് നെഗറ്റീവ് വെക്ടർ. ഇപ്പൊ ഈ 2 വെക്ടറുകൾ ഇപ്പൊ ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് രണ്ടും എന്താണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ് ആൻഡ് പാരലൽ ടു ഈച്ച് അതർ ആണ്. ഇവിടെ നോക്കിയേ, സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷെ ഡയറക്ഷൻ എന്താണ്, നേരെ തിരിച്ചാണ് അല്ലെ. അങ്ങനെ വരുമ്പം അതിനെ നമ്മൾ എന്ത് വിളിക്കും, നെഗറ്റീവ് വെക്ടർ എന്ന് വിളിക്കും. അപ്പൊ ഈക്വൽ വെക്ടറുകൾക്ക് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, ഡയറക്ഷനും സെയിം ആയിരിക്കും. നെഗറ്റീവ് വെക്ടറുകൾക്ക് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, പക്ഷെ ഡയറക്ഷൻ എന്തായിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഇനി മറ്റൊരു വെക്ടർ, സീറോ വെക്ടർ ഓർ നൾ വെക്ടർ.
നിങ്ങൾ എടുക്കുന്ന ഒരു വെക്ടറിന് 0 ആണ് മാഗ്നിറ്റ്യൂഡ് എങ്കിൽ അത്തരം വെക്ടറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? നൾ വെക്ടർ എന്ന് വിളിക്കുക. 0 ഇൻ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ രണ്ട് വശത്തു നിന്നും ഒരേ ഫോഴ്സ് കൊണ്ട് തള്ളി. നെറ്റ് ഫോഴ്സ് എത്രയാണ്? 0 ആണ്. പക്ഷെ അത് ഫോഴ്സ് തന്നെയാണ്. ഇറ്റ്സ് എ വെക്ടർ ബട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഈസ് 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ നൾ വെക്ടർ എന്നോ 0 വെക്ടർ എന്നോ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ഇവിടെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് നോട്ട് ഡിഫൈൻഡ്, ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ 0, വെലോസിറ്റി ഓഫ് എ സ്റ്റേഷനറി ഒബ്ജക്ട്, acceleration of an object moving with uniform velocity, and resultant of two equal opposite vectors are examples of null vectors. കാരണം ഞാൻ പറഞ്ഞ എക്സാമ്പിൾ മതി. ഓക്കെ, ഒരേ ഫോഴ്സ് കൊടുത്തിട്ട് ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ തള്ളിക്കഴിഞ്ഞാൽ അവിടെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം? ഓപ്പോസിറ്റ് വെക്ടേഴ്സ് വേണമെങ്കിൽ വിളിക്കാം കേട്ടോ. അപ്പൊ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന 0 വെക്ടർ. ഇനി യൂണിറ്റ് വെക്ടർ, ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സാധനമാണ് യൂണിറ്റ് വെക്ടർ. എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ അതിന്റെ സ്റ്റേറ്റ്മെന്റുകളെക്കാൾ ഉപരിയായിട്ട് അതെന്താണെന്ന് മനസ്സിലാക്കലാണ് നമ്മുടെ ജോലി. ഇപ്പൊ നമുക്ക് 1 ഡയമെൻഷണൽ മോഷൻ പറയുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് പാത്ത് എടുത്തു, അതിന് നമ്മളുടെ ഒറിജിൻ കൺസിഡർ ചെയ്ത് പോയി. അപ്പൊ ഈ പാത്തിലൂടെ പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ നമുക്ക് ആ പാത്ത് സ്പെസിഫിക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ എക്സ് ആക്സിസ് എന്ന് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഓഫ് ഇപ്പൊ നിങ്ങൾ കാർ ഓടിക്കുന്ന സിറ്റുവേഷൻ ആണെന്ന് കരുതുക ഈ റോഡിലൂടെ. അപ്പൊ നിങ്ങളുടെ പൊസിഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ നിങ്ങളിപ്പം 2x എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താ? നിങ്ങൾ ആ ഒറിജിനിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മുന്നോട്ട് പോയിട്ടുണ്ട്? 2x ഡിസ്റ്റൻസ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ എക്സ് എത്രയാന്ന് ചോദിച്ചാൽ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിലെ ഓരോ യൂണിറ്റിന്റെയും വാല്യൂ ആണ്. ആ യൂണിറ്റിനെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എക്സ് എന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യും? ഐ ക്യാപ്പ് എന്നിട്ട് കൊടുക്കും. എന്തെന്ന് വെച്ചാൽ ഈ ഐ ക്യാപ്പ് സൂചിപ്പിക്കുന്നത് യൂണിറ്റ് വെക്ടർ അലോങ് എക്സ് ആക്സിസ് ആണ്. അപ്പൊ എന്താണ് യൂണിറ്റ് വെക്ടർ മീൻ ചെയ്തത്? ആ ഒരു ആക്സിസിലെ ഒരു യൂണിറ്റ് അല്ലെ, ഒരു ഡിവിഷന്റെ വാല്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്മോളസ്റ്റ് ഡിവിഷന്റെ വാല്യൂ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നാളെ നിങ്ങൾ എവിടെയെങ്കിലും 2i ക്യാപ്പ് എന്ന് നിങ്ങൾ ഒരു വാല്യൂ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഐ ക്യാപ്പ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലെ യൂണിറ്റ് വെക്ടർ ആണ്. ഓക്കെ, യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2i ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 2 എന്താണ്? യൂണിറ്റ്സ് മൂവ്ഡ് അലോങ് എക്സ് ആക്സിസ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാല്യൂവിനെ ഏതെങ്കിലും ഒരു ആക്സിസിലാക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഏതെങ്കിലും ഒരു വാല്യൂവിനെ ഒരു പ്ലെയിനിലും ആഡ് ചെയ്തത്. പ്ലെയിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എക്സ് ആക്സിസ് മാത്രമല്ല ഉണ്ടാവുക, എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. ചിലപ്പം എന്താണ് റെക്ടാങ്കുലർ പ്ലെയിനിലേക്കും സെഡ് ആക്സിസും ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു പ്ലെയിനിലേക്ക് ഈ 2 എന്ന നമ്പറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സമയത്ത് അതിനൊരു എക്സ് കോമ്പോണന്റ് ഉണ്ടാവും, ഒരു വൈ കോമ്പോണന്റ് ഉണ്ടാവും, ഒരു സെഡ് കോമ്പോണന്റ് ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഈ 2 എന്ന നമ്പറിനെ ഈ കാണുന്ന പ്ലെയിനിലേക്ക് ആഡ് ചെയ്യാൻ ഞാൻ ചെയ്യേണ്ടത് ഈ പ്ലെയിനിന്റെ എന്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ ഈ പ്ലെയിനിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടെത്തി ആ യൂണിറ്റ് വെക്ടറിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? 2 എന്ന നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മുടെ എന്തായി? ആ വാല്യൂ ആയി. അപ്പൊ നമുക്ക് എക്സാമ്പിളിന് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നോക്കാം. അപ്പൊ എക്സ് ആൻഡ് വൈ ആക്സിസ് ആണ്, എക്സ് ആൻഡ് വൈ ആക്സിസ്. So here I will consider one axis, that is x axis, and this is y axis. Okay, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ഇങ്ങനെ നമ്മൾ ഒരു ബോഡി, അതിന്റെ മോഷൻ ഇങ്ങനെയാണ്. ഇങ്ങനെ എഴുതാം: 2 meter along x direction, 3 meter along y direction. ഓക്കെ, എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പം 1 2 2 മീറ്റർ എക്സില്, സെയിം ടൈമില് 3 ഡിവിഷൻ ആണ് എന്ത്? ഇത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി ഈ 2 പോയിന്റുകള് ഇന്റർസെക്ട് ചെയ്യുന്നത് എവിടെയാണ് നോക്കുക. അപ്പൊ ഇതാണ് 3 ഡിവിഷൻസ്, ഇതാണ് 2 ഡിവിഷൻസ്. ഓക്കെ, അതായത്
നമ്മുടെ ഒബ്ജക്റ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? ഇങ്ങനെയാണ് മൂവ് ചെയ്തിരിക്കുന്നത്. ഒബ്ജക്റ്റ് ഈസ് ട്രാവൽഡ് അലോങ് ദിസ് ഡയറക്ഷൻ. കണ്ടോ? അപ്പോ ഈ കാണുന്ന പോയിന്റ് എന്താണ്? 2i ക്യാപ്പ്. ഈ കാണുന്ന പോയിന്റ് എന്താണ്? 3j ക്യാപ്പ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ഡിസ്റ്റൻസ് r ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? 3i ക്യാപ്പ് പ്ലസ് നമുക്ക് എന്തെടുക്കാം? 2j ക്യാപ്പ്. ഇങ്ങനെ എഴുതിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇറ്റ്സ് മൂവ്ഡ് 2 മീറ്റർ അലോങ് x ഡയറക്ഷൻ ആൻഡ് 3 മീറ്റർ അലോങ് എന്താണ്? y ഡയറക്ഷൻ. അപ്പൊ ഇവിടെ ij എന്നൊക്കെ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് എ യൂണിറ്റ് വെക്ടർ ടു റെപ്രസെന്റ് ദ മെഷർമെന്റ് ഇൻ ദി x ആക്സിസ്. അതുകൊണ്ട് യൂണിറ്റ് വെക്ടറിന്റെ തിയറി ഇത്രയേ ഉള്ളൂ. യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു വെക്ടർ ഡിവൈഡർ ബൈ ഒരു വെക്ടറിനെ അതിന്റെ തന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ കിട്ടും. ഫോർ എക്സാമ്പിളിന് വെക്ടർ എ ഇസ് ഈക്വൽ ടു i പ്ലസ് ജെ ആണെന്ന് കരുത്. ഓക്കെ, വെക്ടർ എ ഇസ് ഈക്വൽ ടു i പ്ലസ് ജെ. i പ്ലസ് ജെ ആണെന്ന് കരുതും. നിങ്ങൾ ഇതിന്റെ യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് പിടിക്കേണ്ടത്? എ ക്യാപ്പ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, അപ്പൊ വെക്ടർ എ എത്രയാണ്? i പ്ലസ് ജെ ആണ്. i പ്ലസ് ജെ ഡിവൈഡഡ് ബൈ എയുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. കാരണം i എന്ന് പറയുന്നത് 1i ആണ്, j എന്ന് പറയുന്നത് 1j ആണ്. യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ആ ഒരു കൺസെപ്റ്റ് നമുക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ i പ്ലസ് ജെ ഡിവൈഡഡ് ബൈ √2. എന്താണ് ഈ സാധനം? ഇതാണ് നമ്മൾ പറയുന്ന യൂണിറ്റ് വെക്ടർ. i പ്ലസ് ജെ ഡിവൈഡഡ് ബൈ √2. അപ്പൊ നിങ്ങൾ പ്രധാനമായിട്ട് ഈ ഒരു കാര്യം നന്നായി പഠിച്ചേ പറ്റൂ. കാരണം യൂണിറ്റ് വെക്ടറുകളാണ് ഭാവിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളുടെ ഒരു വെക്ടർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന ഒരു സാധനം യൂണിറ്റ് വെക്ടർ ആണ്. ഇനി എക്സാമ്പിളിൽ മറ്റൊരു വെക്ടർ എടുക്കാം. വെക്ടർ ബി ഇസ് ഈക്വൽ ടു 2i മൈനസ് ജെ. അപ്പം ഫൈൻഡ് ബി ക്യാപ്പ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? ബി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെക്ടർ ബി ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. വെക്ടർ ബി എത്രയാണ്? 2i മൈനസ് ജെ ഡിവൈഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പം 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇവിടെ -1 ആണല്ലോ അല്ലേ? അപ്പൊ ജെയുടെ എന്താണ്? കോഎഫിഷ്യന്റ് -1 ആണ്. പക്ഷെ അതെന്തുകൊണ്ട് എടുത്തില്ല? എടുത്താലും കുഴപ്പമൊന്നുമില്ല. സ്ക്വയർ എടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ തെറ്റിക്കരുത്. അപ്പൊ 2i മൈനസ് ജെ ഡിവൈഡഡ് ബൈ നമുക്ക് കൊടുത്തേക്കാം √5 എന്ന് കൊടുത്തേക്കാം. സോ ദിസ് ഈസ് യുവർ ബി ക്യാപ്പ്. അപ്പൊ ഏതൊരു വെക്ടറിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ നമുക്ക് യൂണിറ്റ് വെക്ടർ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് എഴുതാം. അപ്പൊ ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നമ്പറിനെ ഒരു വാല്യൂവിനെ നിങ്ങൾക്ക് ഒരു പ്ലെയിനിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ പ്ലെയിനിന്റെ എന്ത് കണ്ടുപിടിക്കുക? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ നമ്പർ കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. സോ യു വിൽ ഗെറ്റ് ദ ആൻസർ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിളിന് നമുക്ക് കുറച്ചുകൂടി കൺവിൻസിങ് ആകുന്ന ഒരു എക്സാമ്പിൾ എടുക്കണമെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ 2 എന്ന് പറയുന്ന ഒരു നമ്പറിനെ എനിക്ക് ഇങ്ങനെയൊരു പ്ലെയിനിൽ എവിടെയാന്ന് കാണിക്കണം. ഈ പ്ലെയിനിന്റെ യൂണിറ്റ് വെക്ടർ i ആണ്, j ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഈ പ്ലെയിനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ആ പ്ലെയിനിന്റെ ഇക്വേഷൻ i പ്ലസ് ജെ ആണ് കേട്ടോ. i പ്ലസ് ജെ. കാരണം അതിന് x ഡയറക്ഷനിലും ഉണ്ട് y ഡയറക്ഷനിലും ഉണ്ട് മോഷൻ എന്ന ലോജിക്കിലാണ് നമ്മളോട് എടുക്കുക. അങ്ങനെ വരുമ്പോൾ i പ്ലസ് ജെ ആണ് അതിന്റെ കണ്ടീഷൻ എങ്കിൽ അതിന്റെ യൂണിറ്റ് വെക്ടർ i പ്ലസ് ജെ ഡിവൈഡഡ് ബൈ അതിന്റെ സ്ക്വയർ റൂട്ട് 1 + 1 ഈ കാണുന്ന ആൻസർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വാല്യൂവിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന 2 കൊണ്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 × i പ്ലസ് ജെ ഡിവൈഡഡ് ബൈ നമുക്ക് എന്ത് കിട്ടും? √2 എന്ന് കിട്ടും. ഇനി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ദിസ് ഇസ് ഈക്വൽ ടു 2i ബൈ √2 പ്ലസ് 2j ബൈ √2. ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് √2 × √2 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? √2i പ്ലസ് √2j എന്ന് കിട്ടും. അപ്പൊ √2i എന്താണ്? ഇപ്പൊ നമുക്കറിയാം ഇത് 1 ഇതാണ് √2. ആ √2നെ നമ്മൾ എന്ത് ചെയ്യാണ്? √2 × i = √2i, √2 × j = √2j. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? എഴുതാൻ സാധിക്കും. അതുകൊണ്ട് യൂണിറ്റ് വെക്ടർ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ ആൻസർ എന്താണ്? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന സമയത്ത് ഒറ്റ വാക്കിൽ യൂണിറ്റ് വെക്ടർ ഇസ് ഈക്വൽ ടു വെക്ടർ ബൈ ഇറ്റ്സ് ഡിവൈഡഡ് ബൈ ഇറ്റ്സ് എന്താണ്? അതിന്റെ തന്നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ കിട്ടും. അതുകൊണ്ട് എ ക്യാപ് ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇതാണ് നമ്മുടെ യൂണിറ്റ് വെക്ടറിന്റെ തിയറി. ഓക്കെ, അപ്പം യൂണിറ്റ് വെക്ടർ എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ്. ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. എന്താണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്? ഇവിടെ നിങ്ങൾക്ക് നോക്കുക, എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട്, സെഡ് ആക്സിസ് ഉണ്ട്. I cap is the unit vector along the x-axis, j cap is unit along y-axis, and k cap is the z-axis. ഇവർ ആക്ട് ചെയ്യുന്ന എത്രയാന്ന് നോക്കിയാൽ നിങ്ങൾ 90 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദ ഡയറക്ഷൻ ഓഫ് ഓർത്തോഗണൽ ആക്സിസ് ആണ്. ഓർത്തോഗണൽ ആക്സിസ് എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ദേ ആർ ആക്ടിങ് എങ്ങനെയാണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ചെയ്തത് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയുള്ളത് കോ ഇനീഷ്യൽ വെക്ടർ. കോ ഇനീഷ്യൽ വെക്ടർ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് കോ ഇനീഷ്യൽ. കോ ഇനീഷ്യൽ മീൻസ് കോമൺ ഇനീഷ്യൽ. ലൈക്ക് ഒരു ബോംബൊക്കെ അങ്ങോട്ട് പൊട്ടിത്തെറിക്കുകയാണ്, എക്സ്പ്ലോഡ് ചെയ്യുന്നു എന്ന് പറയുമ്പം അതിനകത്ത് നിന്നുള്ള ഫ്രാഗ്മെന്റ്സ് പല പല ഭാഗങ്ങളിലേക്ക് തെറിക്കും. അപ്പൊ ഓരോ കഷ്ണങ്ങളും തെറിക്കുന്നത് ഓരോ ഡയറക്ഷൻ ആക്കി എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് എന്താക്കി എടുക്കാൻ പറ്റും? കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് ലോജിക്കൽ എടുക്കാൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാവിങ് കോമൺ ഇനീഷ്യൽ. കേട്ടോ. നൗ നെക്സ്റ്റ്, കുറച്ചുകൂടി നിങ്ങൾ ഫെമിലറൈസ് ചെയ്യേണ്ട കുറച്ച് ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് ആണ് ഇതിൽ നമുക്ക് പറയാനുള്ളത്. അതിലൊന്ന് കൊളീനിയർ വെക്ടർ. കൊളീനിയർ വെക്ടർ എന്ന് പറയുമ്പോൾ വെക്ടേഴ്സ് ഹാവിങ് ഈക്വൽ അൺഈക്വൽ മാഗ്നിറ്റ്യൂഡ് ബട്ട് ആക്ടിങ് അലോങ് ദി സെയിം ഓർ പാരലൽ ലൈൻസ് കോൾഡ് കൊളീനിയർ വെക്ടർ. കോലീനിയർ എന്ന് വേണേൽ നമുക്ക് പറയാം. എന്ന് പറഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എങ്ങനെയായിരിക്കും? ഇപ്പൊ നമുക്ക് ഒരു വെക്ടർ ഇങ്ങോട്ട്, അതായത് നമ്മളിപ്പം ഒരു ബോഡിയിൽ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് വിചാരിക്കുക, ഇങ്ങോട്ടാണെന്ന് കരുതുക. സോ ദിസ് ഇസ് യുവർ ബോക്സ്, യു ആർ അപ്ലൈയിങ് ഫോഴ്സ്. Another force are applying in this direction. Okay. ഇങ്ങനെ ആക്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനെന്ത് വിളിക്കുന്നത്? കൊളീനിയർ വെക്ടർ എന്ന് വിളിക്കുക. അതിപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ സെയിം ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഡയറക്ഷൻ എന്ത് ചെയ്യാൻ മതി? പാരലൽ കിട്ടിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? കൊളീനിയർ വെക്ടർ എന്ന് വിളിക്കാം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളൊരു വെക്ടറാണ് കോപ്ലനാർ വെക്ടർ. ഒരൊറ്റ പ്ലെയിനിൽ തന്നെ കാണപ്പെടുന്ന വെക്ടറുകൾ. അപ്പൊ ഒരു പ്ലെയിനിൽ തന്നെ കാണുക എന്ന് പറയുമ്പം ഒരു ബോഡിയെ നമ്മൾ പിടിച്ച് ഞെക്കുവാണ്, നമ്മൾ കംപ്രസ് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ കംപ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇതാണ് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫോഴ്സ് കൊടുത്തു, ഇങ്ങോട്ട് കൊടുത്തു അല്ലേ? അപ്പൊ ഇതൊക്കെ ആ പ്ലെയിനിൽ മാത്രമായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കോപ്ലനാർ എന്ന് വിളിക്കാൻ പറ്റും കേട്ടോ. പിന്നെയുള്ളത് ലോക്കലൈസ്ഡ് വെക്ടേഴ്സ് ആണ്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. അതാണ് നമ്മൾ ലോക്കലൈസ്ഡ് എന്താണ് വെക്ടർ. അപ്പൊ ലോക്കലൈസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങളെ ഉദ്ദേശിച്ചാൽ ലോക്കലല്ല, ലൊക്കേഷൻ ആണ് കേട്ടോ. ലൊക്കേഷൻ ആണ്. അതിന്റെ ഇനീഷ്യൽ പോയിന്റ് നമ്മൾ എന്താക്കിയിട്ടുണ്ടാവും? ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. പിന്നെയുള്ളത് നോൺ ലോക്കലൈസ്ഡ് എന്താ ഫ്രീ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വെക്ടേഴ്സ് ഇനീഷ്യൽ പോയിന്റ് ഈസ് നോട്ട് ഫിക്സ്ഡ്, ദേ ആർ നോൺ ലോക്കലൈസ്ഡ്. ആൻഡ് ഫൈനലി പൊസിഷൻ വെക്ടർ. പൊസിഷൻ വെക്ടർ എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു അതിന് വേണമേ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലോക്കലൈസ്ഡ് വെക്ടർ ആയിട്ട് വേണേൽ അസ്യൂം ചെയ്യാൻ പറ്റും. കാരണം നമ്മളിപ്പോ ഒരു മോഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്ലെയിൻ ആണെങ്കിൽ ആ പ്ലെയിനില് 2 ആക്സിസുകൾ ഉണ്ടാവും. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഉണ്ടാവും. അല്ലെങ്കിൽ ഏതെങ്കിലും 2 ആക്സിസുകൾ ഉണ്ടാവും. ഇവർ രണ്ടുപേരും കൂടെ ചേരുന്ന ഒരു പോയിന്റ് ഉണ്ട്, കോമൺ പോയിന്റ്. നമ്മൾ വിളിക്കുന്ന പേര് ഒറിജിൻ എന്നാണ്. അങ്ങനെയെങ്കിൽ ഒരു ബോഡിയുടെ പൊസിഷൻ ആ ഒറിജിനിൽ നിന്നും എവിടെ കിടക്കുന്നു എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് ഒരു വെക്ടറിന്റെ പേരാണ് പൊസിഷൻ വെക്ടർ. പല രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സൗകര്യത്തിന് അങ്ങനെ പറഞ്ഞത്. കാരണം അതൊരു ലോക്കലൈസ്ഡ് വെക്ടർ ആണ്. കാരണം ഈ ഒറിജിൻ എന്ന് പറയുന്ന ഒരു ഫിക്സ്ഡ് പോയിന്റ് ആണ്. അവിടെ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന്റെ പൊസിഷൻസ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിന് ഉപയോഗിക്കുന്ന വെക്ടറാണ് എന്ത്? പൊസിഷൻ വെക്ടർ. ഇനി നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വരുവാണ്, വാട്ട് ഈസ് മീൻ ബൈ പൊസിഷൻ വെക്ടർ? സോ യു കൻ ഗിവ് ദിസ് എ വെക്ടർ ആക്ടിങ് in the straight line distance and direction of at any point or object with respect to the origin called എന്താണ്? പൊസിഷൻ വെക്ടർ. കണ്ടോ? ഒറിജിൻ. എന്താ ഈ ഒറിജിൻ എന്ന് പറഞ്ഞാല്? സോ നമുക്കൊരു എക്സ് പ്ലെയിനും ഒരു വൈ പ്ലെയിനും ചേരുന്നിടത്ത് ഈ കാണുന്ന പോയിന്റ് നമ്മൾ എന്ത് വിളിക്കുക? ഒറിജിൻ വിളിക്കുക.
അപ്പോൾ അത് ലോക്കലൈസ്ഡ് ആണ്. കാരണം ഈ ഒരു പ്ലെയിൻ നമുക്ക് ഫിക്സ് ചെയ്തു, അവിടെ നമ്മളൊരു പോയിന്റ് നമ്മൾ ഫിക്സ് ചെയ്തു. അങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഡിസ്റ്റൻസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ വെക്ടറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പൊസിഷൻ വെക്ടർ കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമ്മളുടെ ആക്ച്വൽ യൂസ് ഓഫ് വെക്ടേഴ്സ് ആണ് വരാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് വെക്ടർ അഡിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകാൻ പോവാ. എന്താ ഈ വെക്ടർ അഡിഷൻ എന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പറഞ്ഞു വെക്ടർ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ചില ക്വാണ്ടിറ്റീസ് അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട് ഡയറക്ഷനും ഉണ്ട്. അങ്ങനെ വരുമ്പം അവര് ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിസൾട്ട് സാധാരണ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു എക്സാമ്പിളിന് നിങ്ങളിപ്പോ ഇത്രയും നേരം പഠിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിളിന് ഈ ബ്ലോക്കിനെ ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചു തള്ളി. ഓക്കെ, അതേ ബ്ലോക്കിനെ വേറൊരാൾ ഇവിടുന്ന് ഇങ്ങോട്ട് പിടിച്ചു തള്ളി. രണ്ടുപേരും എന്ത് ചെയ്തു? അങ്ങോട്ടും ഇങ്ങോട്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഈ ബ്ലോക്ക് എങ്ങോട്ടായിരിക്കും പോവുക എന്ന് ചോദിച്ചാൽ, ഇവിടെ വലിയ ഫോഴ്സ് ആരാണ് കൊടുക്കുന്നത് അങ്ങോട്ടായിരിക്കും ഇത് പോവുക. അപ്പൊ ആ വലിയ ഫോഴ്സ് ഇപ്പൊ ഞാനിവിടെ 50 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്, മറ്റേയാള് 40 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് എങ്ങോട്ടായിരിക്കും നീങ്ങുക? 50 ന്യൂട്ടന്റെ ഭാഗത്തോട്ട് നീങ്ങും. പക്ഷെ ചോദ്യം എന്താ? അപ്പൊ ഈ ബോഡി ശരിക്ക് എത്ര ന്യൂട്ടൺ ഫോഴ്സ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്? അപ്പൊ എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും. എഫക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് 50 - 40 ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്? 10 ന്യൂട്ടൺ ആണ്. കണ്ടോ? അപ്പൊ ഇത് 10 എന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞ എന്തുകൊണ്ടാന്ന് വെച്ചാല്, ആ ഭാഗത്തോടുള്ള ഫോഴ്സ് 50 എന്ന് എടുത്തപ്പം ഈ ഭാഗത്തേക്കുള്ള ഫോഴ്സ് തിരിച്ച് -40 എന്ന് എടുക്കാൻ എനിക്ക് തോന്നി. അങ്ങനെ തോന്നിയതിന്റെ കാരണം പറയുന്നത്, വെക്ടർ അഡിഷൻ എന്ന് പറയുമ്പം വെക്ടറിന് എന്തുണ്ട്? ഡയറക്ഷൻ ഉണ്ട്. നമ്മൾ ആഡ് ചെയ്യുമ്പം ആ ഡയറക്ഷനും കൂടെ ചേർത്താണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇടത്തുനിന്ന് വലത്തോട്ട് ഞാൻ പോസിറ്റീവ് എന്ന് എടുത്തപ്പം വലത്തുനിന്ന് ഇടത്തോട്ട് ഞാൻ എന്ത് ചെയ്തു? നെഗറ്റീവ് എന്ന് എടുത്തു. ആ ഡയറക്ഷനോട് കൂടി ചേർത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പം അവിടെ എന്തായി? 10 കിട്ടണം. അപ്പൊ ഇതാണ് വെക്ടർ അഡിഷന്റെ ഒരു പ്രത്യേകത. ഓക്കെ, അങ്ങനെ വരുമ്പം നമുക്ക് ഈ വെക്ടർ അഡിഷൻ നമുക്ക് പഠിക്കണമെങ്കിൽ നമുക്ക് എളുപ്പ വഴിയുണ്ട്. ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ ആണ്. ഈ ലോ എന്താ പറഞ്ഞു വെച്ചാൽ, ഇപ്പൊ നിങ്ങൾക്ക് തരുന്ന രണ്ട് വെക്ടറുകളെ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് ആയിട്ട് അങ്ങോട്ട് അസ്യൂം ചെയ്യാം. ട്രയാങ്കിളിൽ എത്ര സൈഡ് ഉണ്ടാവും? 3 സൈഡ് ഉണ്ടാവും അല്ലെ? അങ്ങനെയാണെങ്കിൽ അതിൽ ഏതെങ്കിലും 2 സൈഡ് നിങ്ങൾക്ക് തന്ന വെക്ടറായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ സൈഡ് ആ 2 വെക്ടറുകളുടെ റിസൾട്ട് ആയിരിക്കും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നോക്കിയേ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വെക്ടറും ബി എന്ന് പറയുന്ന ഒരു വെക്ടറും ആണുള്ളത്. അപ്പൊ എ എന്ന വെക്ടർ അവസാനിക്കുന്നിടത്ത് നിന്ന് ആരംഭിച്ചു? ബി ആരംഭിച്ചു. ഇവിടെ ബി എന്ന് അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ എ ബി എത്രയാണോ? വെക്ടർ എ പ്ലസ് വെക്ടർ ബി എന്ന് പറയുന്നത് ചോദിച്ചാല്, ഞാൻ പറഞ്ഞല്ലോ സാധാരണ ആഡ് ചെയ്യുന്ന പോലെ ആഡ് ചെയ്താൽ പറ്റില്ല. ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് മൈനസ് എഴുതാം. രണ്ടും ഒരു ഭാഗത്തേക്ക് ഒരേ ലൈനിലെങ്കിൽ നമുക്ക് പ്ലസ് ചെയ്യാം. അപ്പൊ അങ്ങനെയല്ല, ഇവർ തമ്മിൽ എന്തുണ്ട്? ചെറിയൊരു ചെരിവുണ്ട് അല്ലെ? അങ്ങനെ വരുമ്പം റിസൾട്ടന്റ് എയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ബിയുടെ എൻഡിലേക്ക് വരയ്ക്കുക. കണ്ടല്ലോ? അപ്പൊ എങ്ങനെയാ വരയ്ക്കേണ്ടത്? സെയിം ഡയറക്ഷൻ അല്ല, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് വരയ്ക്കേണ്ടത്. സെയിം ഡയറക്ഷൻ എന്ന് പറയുമ്പം സാധാരണഗതിയിൽ ഈ മോഷൻ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ മതി. ഇത് ഇവിടെന്താ ഇങ്ങനെ ഇങ്ങോട്ട് പോയി, ഇങ്ങനെ ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി, ഇങ്ങോട്ട് പോയി. അപ്പൊ റിസൾട്ടന്റ് 0 ആയില്ലേ? തുടങ്ങിയിടത്ത് എന്ത് ചെയ്തു? അവസാനിച്ചു. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ മൂന്നാമത്തെ സൈഡ് എടുക്കേണ്ടത് ആദ്യത്തെ 2 എണ്ണത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പം പാരലൽ ഷിഫ്റ്റ് എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിക്കേണ്ടി വരും. കാരണം ഇവിടെ ഇപ്പം ഒരു വെക്ടർ, ഇതാണ് ഒരു വെക്ടർ, ഇതാണ് മറ്റൊരു വെക്ടർ. ഇതിനെ നമുക്ക് കോ ഇനീഷ്യൽ വെക്ടർ എന്ന് വിളിക്കാമല്ലോ. അപ്പൊ നിങ്ങൾ ഈ 2 വെക്ടറുകളാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന കേസിൽ ദിസ് ഈസ് വൺ ഓഫ് ദ വെക്ടർ ആൻഡ് ദിസ് ഈസ് അനദർ വെക്ടർ. അപ്പൊ ഈ 2 വെക്ടറുകളെ നിങ്ങൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. ഓക്കെ, അങ്ങനെ സോൾവ് ചെയ്യാൻ പറയുമ്പം നിങ്ങൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ, ഇവിടെ ഈ കാണുന്ന വെക്ടറുകളെ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യും. ഒന്നെങ്കിൽ ഈ എന്താണ്, ഇപ്പൊ ഈ കാണിച്ചിരിക്കുന്ന വെക്ടർ എ ആണെന്ന് കരുതിക്കോ, ഇത് ബി ആണെന്ന് കരുതിക്കോ. ഒന്നെങ്കിൽ എനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും അപ്പ്, അല്ലെങ്കിൽ ബിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്യും ടു റൈറ്റ്. സപ്പോസ് നിങ്ങൾ ബി എ ഷിഫ്റ്റ് ചെയ്താല് സോ ദിസ് ഈസ് യുവർ ബി. സി ഹിയർ, ദിസ് ഈസ് യുവർ ബി. അങ്ങനെ ബി എ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ആ ബിക്കും എന്താണ്?
എയുടെയും ബിയുടെയും റിസൾട്ടന്റ് ആയിട്ട് നിങ്ങൾ എഴുതാൻ പോണത് എന്താന്ന് ചോദിച്ചാൽ ഈ കാണുന്നതാണ്. ദിസ് ഈസ് യുവർ റിസൾട്ട്. ദിസ് ഈസ് യുവർ റിസൾട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കണം? കണ്ടോ കണ്ടോ. അപ്പൊ ഇതിന് തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ദ ടു വെക്ടേഴ്സ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഈ ആംഗിൾ തീറ്റയല്ല, ദിസ് ഇസ് ഡിഫറെന്റ്, ദാറ്റ് ഇസ് ആൽഫ. ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് വെക്ടർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഈ ബി എ പാരലൽ ഷിഫ്റ്റ് അടിച്ച പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എനെയും പാരലൽ ഷിഫ്റ്റ് അടിക്കാം. അതേപോലെ തന്നെ മുന്നോട്ട് നീക്കിയിട്ട് നമുക്ക് ഈ നിയമം ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ വരുമ്പോൾ ആ ലോ ആണ് എന്ത്? ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് പറയുന്നത്. ആ ലോ പറയുന്നത് എത്രയേ ഉള്ളൂ? ഇഫ് ദ ഗിവൺ ടു വെക്ടേഴ്സ് ആർ റെപ്രസെന്റഡ് ബൈ ദ ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ, then the closing side will be the resultant in opposite direction എന്നാണ്. So that you will find in this from this statement. അങ്ങനെ വരുമ്പം ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഒരു ട്രയാങ്കിളിലോ നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ആൻസർ കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം. സോ ഐ ഡ്രോ ഹിയർ. നിർബന്ധമായിട്ട് നിങ്ങളിത് പഠിച്ചിരിക്കണം. ഈ ഡെറിവേഷൻ ഇതാണ് നമ്മുടെ ഒരു വെക്ടർ, ഇതാണ് മറ്റൊരു വെക്ടർ. ഓക്കെ, അപ്പൊ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വെക്ടറിനെ വെക്ടർ എ എന്നിട്ട് കൊടുത്തു, ഇതിന് വെക്ടർ ബി എന്നിട്ട് കൊടുത്തു. എനിക്കിത് റിസൾട്ടന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ എന്താ ചെയ്യാൻ പോണത്? റിസൾട്ടന്റ് കണ്ടുപിടിക്കണമെങ്കിൽ പാരലൽ ഷിഫ്റ്റ് എന്ന് പറയുന്നതാണ് എന്റെ ഓപ്ഷൻ. എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു? ഈ ബി എന്ന വെക്ടറിനെ ഞാൻ ഇത് പാരലൽ ഷിഫ്റ്റ് അടിച്ചു. ഓക്കെ, ബിനെ ഞാൻ പാരലൽ ഷിഫ്റ്റ് അടിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ഇപ്പൊ സപ്പോസ് നമ്മൾ ബിക്ക് പകരം നമ്മൾ എനെയാണ് പാരലൽ ഷിഫ്റ്റ് അടിക്കുന്നെങ്കിലോ അതിങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ബിക്ക് പകരം നമ്മൾ എ ആണ് നമ്മൾ പാരലൽ ഷിഫ്റ്റ് അടിക്കുന്നെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവും. സോ ദ റിസൾട്ടന്റ് സി ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞത്? ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ ബി, ഇതാണ് നിങ്ങളുടെ എ. അപ്പൊ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ് ഓൾറെഡി നിങ്ങൾ എന്ത് ചെയ്തു? ഈ കാണുന്ന പോലെ കാണിച്ചു. ഇനി മൂന്നാമത്തെ സൈഡാണ് നിങ്ങളുടെ ക്ലോസിംഗ് സൈഡ് എന്നാണ് പറയുന്നത്. ആ സൈഡ് എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച് ആ സൈഡ് ഏതെന്ന് ചോദിച്ചാൽ ദിസ് വിൽ ബി ദ ക്ലോസിംഗ് സൈഡ്. ആ മേലത്തെ ട്രയാങ്കിളിന്റെ ക്ലോസിംഗ് സൈഡും താഴത്തെ ട്രയാങ്കിളിന്റെ ക്ലോസിംഗ് സൈഡും ഒക്കെ തന്നെയായിരിക്കും. ഡയറക്ഷൻ എങ്ങോട്ട് പറയണമെന്ന് മാത്രം സി ദിസ് വിൽ ബി ദ ഡയറക്ഷൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ആരോ ഹെഡ് തന്നെ ഉപയോഗിക്കാം. സോ ആരോ ഹെഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സി ദിസ് വിൽ ബി ദ റിസൾട്ടന്റ്. അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ നിങ്ങൾ പറയേണ്ടത് എങ്ങോട്ടാണ്? ഇതാ എ അവസാനിക്കുന്നിടത്തുനിന്ന് ബി ആരംഭിച്ചു, ബി അവസാനിച്ചു. അങ്ങനെയാണ് എ ആരംഭിച്ച പോയിന്റ് നേരെ എങ്ങോട്ട്? ബിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഈ കാണുന്ന റിസൾട്ടന്റ് മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ ആണ് നിങ്ങൾ തീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ ആംഗിൾ എന്താണ്? ആൽഫയാണ്. ഇത് രണ്ടും നിങ്ങളുടെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്? വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദി എന്താണ് റിസൾട്ടന്റ് വെക്ടർ? നിങ്ങളുടെ ചോദ്യമാണ്. അപ്പൊ ഈ ചോദ്യത്തിന്റെ ആൻസർ കൊടുക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാണുന്ന ഫിഗറിനെ ഞാനൊന്ന് മാറ്റാൻ പോവാണ്. ശ്രദ്ധിച്ചാൽ മതി. ഈ കാണുന്ന ഫിഗറിനെ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. സി ലൈക്ക് ദിസ് എക്സ്റ്റെൻഡ് ചെയ്തു. ഇതിവിടുന്ന് ഒരു ലൈൻ ഡ്രോപ്പ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് എന്ത് കാണാമെന്ന് വെച്ചാൽ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഫോം ചെയ്തു. കണ്ടല്ലേ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഈ ആംഗിൾ തീറ്റയാണ്, ഈ ആംഗിൾ എത്ര ആയിരിക്കും? തീറ്റ ആയിരിക്കുമല്ലോ. ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഹൈപ്പട്ടന്യൂസ് ആണ് ആർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ തൽക്കാലം ഇതിനൊരു പേര് കൊടുക്കാൻ പോവാണ്. പി ക്യു ആർ എസ് ടി. അപ്പൊ നമുക്ക് ആർ വേണ്ട, ഓൾറെഡി ആർ റിസൾട്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. പി ക്യു എസ് ടി വി എന്ന് കൊടുത്തേക്കാം. ഓക്കെ, ഇനി നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ആർ എന്ന് പറഞ്ഞാൽ പൈത്തഗോറസ് തിയറമാണ് ഉപയോഗിക്കുന്നത്. ആർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ എന്ന് പറയുന്നത് പി എസ് സ്ക്വയർ പ്ലസ് എസ് ടി സ്ക്വയർ, ശരിയല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പട്ടന്യൂസ് സ്ക്വയർ എന്നാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ കൺസെപ്റ്റ്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ പി എസിനെ ഞാൻ ഒന്നുകൂടി മാറ്റി പി ക്യു പ്ലസ് ക്യു എസ് സ്ക്വയർ എന്നാക്കി മാറ്റി, പ്ലസ് എസ് ടി സ്ക്വയർ. ഓക്കെ, ഇവിടെ പി ക്യു എന്ന് പറഞ്ഞാൽ എ ആണെന്ന് എനിക്കറിയാം, ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി ക്യു ഈസ് എ പ്ലസ് ക്യു എസ് എന്താണ്?
ക്യു എസ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണല്ലോ ക്യു എസ്. ഇതെന്താന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ട്രിഗണോമെട്രി കോസ് തീറ്റ ഇസ് ഈക്വൽ ടു adjacent side divided by hypotenuse. Sorry, adjacent side divided by cos theta is equal to QS divided by hypotenuse. കാരണം ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ ആ ട്രയാംഗിളിന്റെ അഡ്ജസന്റ് സൈഡ് ആണ് ക്യു എസ് വരിക, ഹൈപ്പട്ടന്യൂസ് ആണ് ബി വരിക. അങ്ങനെയാണെങ്കിൽ ക്യു എസിനെ ഞാൻ എന്ത് ചെയ്യും, ബി കോസ് തീറ്റ എന്ന് എഴുതും. ഓക്കെ, അതുപോലെ സൈൻ തീറ്റയും എഴുതി വെച്ചോളൂ, കാരണം നമുക്ക് ആവശ്യമുണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ടി എസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ്. ദ ഹൈപ്പട്ടന്യൂസ് ബി ആണ്. അപ്പൊ ടി എസ് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, ബി സൈൻ തീറ്റ. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്തെല്ലാം കൊടുത്തേക്കാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എ കാണുന്ന പി ക്യൂവിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, എ എന്ന് കൊടുത്താൽ പ്ലസ് ക്യു എസിന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, ബി കോസ് തീറ്റ സ്ക്വയർ പ്ലസ് എസ് ടി എന്താണ്, ബി സൈൻ തീറ്റ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മളൊന്ന് എക്സ്പാൻഡ് ചെയ്തു. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2ab കോസ് തീറ്റ പ്ലസ് പി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താളൂ. അപ്പൊ എ സ്ക്വയറിനെ ഞാനിങ്ങ് മാറ്റി നിർത്തി. ബി സ്ക്വയർ ഇതാ ഇവിടെ ഒരു ബി സ്ക്വയറും ഉണ്ട്, കോസ് സ്ക്വയർ തീറ്റ ഉണ്ട്, ബി സ്ക്വയർ സൈൻ തീറ്റ ഉണ്ട്. അപ്പൊ ബി സ്ക്വയറിനെ പിടിച്ച് പുറത്തിട്ടിട്ട് ഞാൻ ബ്രാക്കറ്റില് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, പിന്നെ ബാക്കി ആരുള്ളത് 2ab കോസ് തീറ്റ. ഇതിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. ഓക്കെ, then r is equal to root of a square plus b square plus എന്ത് കിട്ടി നമുക്ക്, 2ab cos theta. ഇതാണ് രണ്ട് വെക്ടറുകളെ ആഡ് ചെയ്യാൻ പറയുമ്പം നിങ്ങൾ ഉപയോഗിക്കേണ്ട റിസൾട്ട്. ഇവിടെ തീറ്റ 0 ആവാം, 1 ആവാം, 90 ആവാം, 60 ആവാം, വാട്ട് എവർ ബി. ഓക്കെ, നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ രണ്ട് വെക്ടറുകൾ ആഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പൊ ഈ റിസൾട്ടന്റ് തന്നെയാണ് നമ്മൾ ഇനി അങ്ങോട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ ഉപയോഗിക്കാം, ഒരു മാറ്റവും ഇല്ല. ഇനിയിപ്പോ ഇതിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് പറയേണ്ടത് എത്രയാണ് ഈ കാണിച്ചിരിക്കുന്ന ആൽഫയുടെ വാല്യൂ എന്നുള്ളതാണ്. അപ്പൊ ആൽഫയുടെ വാല്യൂ പറയാൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ കാണുന്ന ഫിഗർ ഒന്ന് ഇങ്ങനെ എഴുതുന്നു. ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ആണ്, ഓപ്പോസിറ്റ് എസ് ടി ആണ്, എസ് ടി ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് പി എസ് ആണ്. ഈ എസ് ടി ആയിട്ട് തന്നെ എഴുതി. പി എസിനെ ഞാൻ എന്ത് ചെയ്തു, പി ക്യൂ പ്ലസ് ക്യു എസ് എന്ന് എഴുതി, പി ക്യൂ പ്ലസ് ക്യു എസ് എന്ന് എഴുതി. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എസ് ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഇസ് ടി എസ് ആണല്ലോ. ടി എസ് എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, ബി സൈൻ തീറ്റ. സോ ലെറ്റ് us റൈറ്റ് ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ പി ക്യൂ എന്ന് പറഞ്ഞാൽ എ ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ക്യു എസ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് റിട്ടൺ ഹിയർ ബി കോസ് തീറ്റ. സോ യു ഗോട്ട് ഇറ്റ്. Tan alpha is equal to b sin theta divided by a plus b cos theta. Then alpha is equal to tan inverse b sin theta divided by എന്താണ്, a plus b cos theta. അതും കിട്ടി. അപ്പൊ വെക്ടർ അഡീഷനിൽ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ആംഗിള്, ആ ആംഗിള് തീറ്റ, അത് രണ്ട് വെക്ടറിന് ഇടയിലുള്ള ആംഗിൾ ആണ്. Alpha is not the angle between the vector, this is the direction of resultant. ഇതിപ്പോ നിങ്ങൾക്ക് ഫ്രം ദി എയിലും പറയാം, ഫ്രം ദ ബി എന്നും ഒക്കെ നിങ്ങൾക്ക് പറയാം. ഇപ്പൊ എ എന്ന് കണ്ടുപിടിച്ചാൽ 90 മൈനസ് ആൽഫയാണ്, ഫ്രം ദ ബി എന്ന് മാത്രം 90 മൈനസ് തീറ്റ മൈനസ് ആൽഫയാണ്, ഫ്രം ദ ബി എന്ന് മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നമുക്ക് ഈ വെക്ടർ അഡീഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ see here the result is mentioned. This result is എന്താണ്, r is equal root of a square plus b square plus 2ab cos theta ആണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്ഷന്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഏത് ലോ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക്
ഇവിടുന്ന് അങ്ങോട്ട് ഈ വെക്ടറുകൾ ആഡ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ഒരുപാട് എന്താണ് കണ്ടീഷൻസ് ഇവിടെ തരുന്നുണ്ട്. അതിലൊന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് പാരലോഗ്രാം ലോ ഓഫ് വെക്ടേഴ്സ് വിച്ച് ഇസ് ഓൾറെഡി ഡൺ. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്താ ഉണ്ടാവുക? ആർ ഇസിക്വൽ ടു ആർ സ്ക്വയർ ഇസിക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab കോസ് തീറ്റ. മറക്കണ്ട, ഇതിന്റെ കണ്ടീഷൻ ഡയറക്ഷൻ പറയുമ്പോഴും സെയിം തന്നെയാണ്, ബി സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി കോസ് തീറ്റ. ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നമുക്ക് തന്ന വെക്ടറുകളെ ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അല്ലേ. ഫോർ എക്സാമ്പിൾ കുട്ടി ചിന്തിക്കുകയാണ്, നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, അപ്പൊ എനിക്ക് രണ്ടിലധികം വെക്ടറുകൾ ഉണ്ട്, എന്ത് ചെയ്യും? മോർ ദാൻ 2 വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പം നിങ്ങൾക്ക് സപ്പോർട്ടീവ് ആയിട്ട് ലോ ഏതാ? പോളിഗൺ ലോ. പോളിഗൺ ലോ എന്ന് പറയുമ്പം സ്ക്വയർ, റെക്ടാങ്കിൾ അല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒക്ടഗൺ, ഹെക്സഗൺ, ഇഷ്ടം പോലെ നമുക്കുണ്ട്. അപ്പൊ നമുക്ക് എത്ര വെക്ടേഴ്സ് തരുന്നുണ്ടോ ആ വെക്ടേഴ്സിനെ എല്ലാം ആ കാണുന്ന ജോമെട്രിയുടെ സൈഡ്സ് ആയിട്ട് അസ്യൂം ചെയ്തിട്ട് ട്രയാങ്കിൾ ലോ ഉപയോഗിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം നമുക്ക് 3 വെക്ടർ ഉണ്ടെങ്കിൽ എയും ബിയും സിയും ഉണ്ടെങ്കിൽ എയും ബിയും ചേർന്നിട്ട് ഒരു റിസൾട്ട് ഉണ്ട്, ആ റിസൾട്ടന്റും സിയും ചേർന്ന് മറ്റൊരു റിസൾട്ട് ഉണ്ട്. കണ്ട, അപ്പൊ വളരെ എളുപ്പമാണ് എന്ത്, നമുക്ക് ഈ ലോസ് ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ. അപ്പൊ ഈ പോളിഗൺ ലോ എന്താ പറഞ്ഞു വെച്ചാല്, ഇപ്പൊ നമ്പർ ഓഫ് വെക്ടേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ തന്നെ ആ വെക്ടറുകളിൽ ഇപ്പം എയും ബിയും സിയും ഡിയും ഇയും ആണെങ്കിൽ ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. അപ്പൊ കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾ എത്ര വട്ടം കറങ്ങിയാലും അവസാനം നിങ്ങൾ ഇവിടെ നിൽക്കുന്നു, ആദ്യം എവിടെയായിരുന്നു? ഈ തമ്മിലുള്ള എന്താണ് റിസൾട്ട് ആണ്, ആ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾ എന്താക്കി എടുക്കുന്നത്, ഡിസ്പ്ലേസ്മെന്റ് ആക്കി എടുക്കുന്നത് എന്ന് പറഞ്ഞത് പോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് വെക്ടറുകൾ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മൾ സർട്ടൻ റൂൾസ് പറഞ്ഞിരുന്നുണ്ട്, ആ റൂൾസ് മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഭയങ്കര എളുപ്പമാണ്, ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളൂ കേട്ടോ.